പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ബലിയിലും വിശുദ്ധ പിതാവിൻ്റെ നൊവേനയിലും കർത്താവിൻ്റെ ആരാധനയിലും നാം പങ്കുചേരുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങൾ, വേദനകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമ്മുടെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ഈശോ ചൊരിയുന്നുണ്ട്. നാം അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈശോ കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുന്നു. ആ ഒരു ഉറച്ച ബോധ്യത്തോടെ, വിശ്വാസത്തോടു കൂടെ ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ഇന്ന് നാം ശ്രവിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഒരാളുടെ തെറ്റ് കണ്ടാൽ, കുറവ് കണ്ടാൽ അത് കണ്ണടച്ച് കളയാൻ, അവനെ സ്നേഹത്തോടെ അവൻ്റെ അടുക്കൽ വന്ന് ആ തെറ്റ് തിരുത്തി പിതാവായ ദൈവത്തിലേക്ക് അവനെ അടുപ്പിക്കുവാനായിട്ട്, സ്നേഹത്തിലേക്ക് അടുപ്പിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കും. കുറവുകളുള്ളവരാണ് നാം എല്ലാവരും. എന്നിരുന്നാൽ തന്നെയും ദൈവത്തിനു മുമ്പിൽ തെറ്റെന്ന് തോന്നുമ്പോൾ തെറ്റ് ചെയ്യുന്ന മനുഷ്യനെ, അവനെ ദൈവത്തിൽ നിന്നും എന്നിൽ നിന്നും ദൂരെ കളയാതെ അവനെ ചേർത്ത് പിടിച്ച് അവനെ സ്നേഹത്തോടെ ആ തെറ്റുകൾ തിരുത്തി അവനെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. ഇതാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാവരെയും ഒരുമിപ്പിക്കുവാൻ, ഒന്നാക്കുവാൻ, ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനുള്ള വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകളുണ്ട്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മക്കളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, കുടുംബമുണ്ട്, നാം തൊഴിൽ ചെയ്യുന്ന മേഖലകളുണ്ട്. നമ്മോട് ഇടപഴകുന്ന എല്ലാവരെയും സ്നേഹിക്കുവാൻ, അവരെ തെറ്റുതിരുത്തി ദൈവമക്കൾക്ക് അടുത്ത ജീവിതം നയിക്കുവാൻ എനിക്കും എൻ്റെ കൂടെയുള്ളവർക്കും അനുഗ്രഹം നൽകണമേ എന്ന് ഈ ബലി അർപ്പിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. ഈ ബലി നാം അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബെർണാഡ്, ജോൺ, റാച്ചേൽ എന്നിവരുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൽ രാധാകൃഷ്ണനെ ഓർക്കാം, ഓപ്പറേഷനാണ്. രോഗസൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ലൈലാമ ആൻ്റണിയുടെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃതജ്ഞതാസൂചകമായിട്ടും തോമസ് കോൺഗേളയുടെ നിയോഗങ്ങൾക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളോർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരകാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയധികം പാപം ചെയ്തു പോയി. എൻ്റെ വലിയ ആകയാൽ ഇതിനെ വിശുദ്ധ മനുഷ്യരോടും എല്ലാ ആരാധനയുടെ വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.
പിതാവിന്റെ സംരക്ഷണത്തിന് അങ്ങ് വരമേൽപ്പിച്ചുകൊണ്ടു. ഈ വിശുദ്ധന്റെ മാധ്യസ്ഥത അവയുടെ നിർവഹണം അങ്ങേ മക്കൾ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു, നഗരത്തെ ശിക്ഷിക്കുന്നവരെ സംഹാര ആയുധങ്ങളുമേന്തി അടുത്തു വരുവിൻ. ഇതാ 6 പേർ വടക്കോട്ടുള്ള മുകളിലത്തെ കവാടത്തിൻ്റെ ഭാഗത്തേക്ക് വരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ മാരക ആയുധമുണ്ടായിരുന്നു. ചണവസ്ത്രം ധരിച്ച ഒരുവൻ അവർ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ പാർശ്വത്തിൽ എഴുത്ത് സാമഗ്രികളുടെ സഞ്ചി തൂക്കിയിട്ടുണ്ട്. അവർ ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് സമീപം ചെന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കെരൂബുകളിൽ നിന്നുയർന്ന് ആലയത്തിൻ്റെ പടിവാതിലെത്തി. അവിടുന്ന് ചണവസ്ത്രം ധരിച്ച് പാർശ്വത്തിൽ എഴുത്ത് സാമഗ്രികളുമായി നിന്നവനെ വിളിച്ചു. കർത്താവ് അവനോട് ചെയ്തു, ജെറുസലേം പട്ടണത്തിലൂടെ കടന്നു പോകുക. ആ നഗരത്തിൽ നടമാടുന്ന മ്ലേച്ഛതകളെ ഓർത്ത് കരയുകയും നെടുവീർപ്പടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളിടുക. അവിടുന്ന് മറ്റുള്ളവരോട് ഞാൻ കേൾക്കെ ആജ്ഞാപിച്ചു, അവൻ്റെ പിന്നാലെ പട്ടണത്തിൽ സഞ്ചരിച്ച് സംഹാരം തുടങ്ങുവിൻ. നിങ്ങളുടെ കണ്ണിൽ അലിവുണ്ടാകരുത്, കരുണ കാണിക്കരുത്. വൃദ്ധരെയും യുവാക്കളെയും യുവതികളെയും പൈതങ്ങളെയും സ്ത്രീകളെയും നിശേഷം വധിക്കുവിൻ. എന്നാൽ അടയാളമുള്ള ഒരാരെയും തൊടരുത്. എൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ തന്നെ ആരംഭിക്കുവിൻ. അവർ ആലയത്തിന് മുമ്പിലുണ്ടായിരുന്ന ശ്രേഷ്ഠന്മാർ തന്നെ ആരംഭിച്ചു. അവിടുന്ന് അവരോട് കൽപ്പിച്ചു, ഈ ആലയത്തെ അശുദ്ധമാക്കുക, അങ്കണങ്ങളെ മൃതശരീരങ്ങൾ കൊണ്ട് നിറയ്ക്കുക, മുന്നേറുക. അവർ മുന്നേറി നഗരത്തിൽ സംഹാരം നടത്തി. കർത്താവിൻ്റെ മഹത്വം ആലയത്തിൻ്റെ പടിവാതിൽ നിന്ന് പുറപ്പെട്ട് കെരൂബുകളുടെ മേലിൽ നിന്നും ഞാൻ നോക്കി നിൽക്കവേ കെരൂബുകൾ ചിറക് വിടർത്തി ഭൂമിയിൽ നിന്നും ഉയർന്നു. അവ പോയപ്പോൾ സമീപത്തായി ചക്രങ്ങളും ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ അവ നിന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ മഹത്വം അവിടെ മുകളിൽ നിലകൊണ്ടു. കേബാർ നദി തീരത്ത് വെച്ച് ഇസ്രായേലിൻ്റെ ദൈവത്തിന് കീഴിലായി ഞാൻ കണ്ട ജീവികൾ തന്നെയാണിവ. ഇവ കെരൂബുകളാണെന്ന് ഞാൻ മനസ്സിലാക്കി. ഓരോന്നിലും 4 മുഖങ്ങളും 4 ചിറകുകളുണ്ടായിരുന്നു. ചിറകുകൾക്ക് കീഴിൽ മനുഷ്യകരങ്ങൾ സദൃശമായിരുന്നു. കേബാർ നദീരത്ത് വെച്ച് ഞാൻ കണ്ട ജീവികളുടെ മുഖത്തിൻ്റെ രൂപം തന്നെയായിരുന്നു ഇവയുടെ മുഖത്തിനും. അവ ഓരോന്നും നേരെ മുന്നോട്ട് പോയി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന്റെ നന്ദി. പ്രത്യേക സങ്കേതം. കർത്താവിൻ്റെ മഹത്വം ആകാശമീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം ആകാശമീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവൻ. കർത്താവ് ദാസരെ അവിടുത്തെ സ്തുതിക്കുവൻ. കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുവൻ. അവിടുത്തെ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വം ആകാശമീതെ ഉയർന്നിരിക്കുന്നു. ഉദയം മുതൽ അസ്തമയം വരെ കർത്താവ് നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് സകല ജനങ്ങളുടെ മേലും വാഴുന്നു. അവിടുത്തെ മഹത്വം ആകാശമീതെ ഉയർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം ആകാശമീതെ ഉയർന്നിരിക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് തുല്യനായി ആരുണ്ട്? അവിടുന്ന് ഉന്നതങ്ങളിൽ ഉപേക്ഷനായിരിക്കുന്നു. അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെ നോക്കുന്നു. കർത്താവിന്റെ മഹത്വം ആകാശമീതെ ഉയർന്നിരിക്കുന്നു. ദൈവം രമ്യയുടെ സന്ദേശം ഞങ്ങളെ വരവേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തുവഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു.
കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചെന്ന് ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അവൻ നിന്റെ വാക്ക് കേൾക്കുന്നെങ്കിൽ നീ നിന്റെ സഹോദരനെ നേടി. അവൻ നിന്നെ കേൾക്കുന്നില്ലെങ്കിൽ 2 or 3 സാക്ഷികൾ ഓരോ വാക്കും സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി 1 or 2 സാക്ഷികളെ കൂടി നിന്നോടൊത്ത് കൊണ്ടുപോവുക. അവൻ അവരെയും അനുസരിക്കുന്നില്ലെങ്കിൽ സഭയോട് പറയുക. സഭയെപ്പോലും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയും ആയിരിക്കട്ടെ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. എന്തെന്നാൽ 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. പ്രിയ സഹോദരി സഹോദരന്മാരെൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിന്റെ നാമത്തിലെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ ശരണയ്ക്കുമായി അങ്ങേക്ക് ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന അങ്ങേ ഗജാതനെ ഭക്ത്യാദരപൂർവം വിശുദ്ധ ഔസേപിതാവ് ശുശ്രൂഷിച്ച പോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങ് അൾത്താരെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമങ്ങി മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോരേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണപ്പെക്കാവുന്നു, അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരും ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ തിരുവധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടും സന്യസ്തരോടും ദൈവജനത്തോടുമൊത്ത് തിരുസഭയെ അങ്ങ് സ്നേഹത്തിന്റെ പരിപൂർണതയിലെത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച മരണമടഞ്ഞ എല്ലാവരെയും ഓർക്കണമേ. അവരെ അവിടുത്തെ ഉദ്ധാനത്തിൽ ഒന്നാക്കണമേ. ഞങ്ങളിലും കനിയണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവും ഞങ്ങളുടെ ഇടവക മധ്യസ്ഥനുമായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ആലപിക്കാം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചു ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ
സ്നേഹനിധിയായ കർത്താവേ, വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ ഓർമ്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളെ ഈ അൾത്താരയിൽ അഭോജിത്താൽ അനുഗ്രഹിക്കുന്നുവല്ലോ. അങ്ങേ നിരന്തര സംരക്ഷണത്താൽ ഞങ്ങളെ പരിരക്ഷിക്കുകയും അങ്ങേ ദാനങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കാരുണ്യപൂർവം വർഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ജീവിക്കുവിൻ. ദിവ്യബലി സമാപിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനായി നിയോഗിച്ചു. തന്റെ സമ്പത്തുകളെയും സംരക്ഷകരമാക്കി. ഈശ്വരയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവേ ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ വളർത്തു പിതാവും ദൈവജനയുടെ വിലക്ത ഭർത്താവുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ കുടുംബങ്ങളുടെ സംരക്ഷകനും തൊഴിലാളികളുടെ മാതൃകയും നന്മരണത്തിന് മധ്യസ്ഥനുമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ. ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് കൃത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ പ്രാർത്ഥന. ഓ ഭാഗ്യപ്പെട്ട വിശുദ്ധ ഔസേപ്പേ, അങ്ങനെ അഭയം തേടുന്നവരെ ഒരിക്കലും കൈവിടില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആകയാൽ അങ്ങ് ഞങ്ങളുടെ ശരണവും ആശ്രയവും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആവശ്യങ്ങളും ഭാഗ്യമരണവും വിശിഷ്യ ഞങ്ങളിപ്പോ അപേക്ഷിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മൗനമായി സമർപ്പിക്കാം. പ്രത്യേക നന്മകളും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് വല്ലഭമായ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. മനുഷ്യാവതാരം ചെയ്ത ദൈവവചനത്തിന്റെ കാവൽക്കാര, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങേ പ്രാർത്ഥന ദൈവ തിരുമുമ്പിൽ കാരുണ്യപൂർവ്വം കേൾക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തൊഴിലാളികളുടെ മാതൃകയായ ഔസേപ്പ് പിതാവേ, എല്ലാ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ നിരവധി പാപങ്ങൾക്ക് പരിഹാരമായി പ്രായശ്ചിത്ത ചൈതന്യത്തോടെ വേല ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. തിരുസഭയുടെ സാധകനായ ഔസേപ്പ് പിതാവേ, തിരുസഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഗോത്രപിതാവായ ഔസേപ്പ് പിതാവേ, എല്ലാം യേശുവിന് വേണ്ടി, എല്ലാം പരിശുദ്ധ മറിയത്തിലൂടെ, എല്ലാം അങ്ങേ അനുകരിക്കുന്നതിന് വേണ്ടി ഇതായിരിക്കട്ടെ ജീവിതത്തിലെ ഞങ്ങളുടെ മുദ്രാവാക്യം. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങനെ വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രാർത്ഥനപ്പെടുത്തരുതേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു.
അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉയർത്തിപ്പരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രാർത്ഥനാമാല. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ലോകരക്ഷകനായ ദൈവപുത്ര, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, പരിശുദ്ധ മറിയമേ, യോസേപ്പ് പിതാവേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, കന്യകാംബികയുടെ വിശ്വസ്ത കാവൽക്കാരാ, ദൈവസുതന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ തലവനെ, നീതിമാനായ വിശുദ്ധ യോസേപ്പേ, വിവേകിയായ വിശുദ്ധ യോസേപ്പേ, ധീരനായ വിശുദ്ധ യോസേപ്പേ, കീഴ്വഴക്കമുള്ള വിശുദ്ധ യോസേപ്പേ, വിശ്വസ്തനായ വിശുദ്ധ യോസേപ്പേ, ക്ഷമയുടെ പര്യായമായ വിശുദ്ധ യോസേപ്പേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളികളുടെ മാതൃകയെ, കുടുംബ ജീവിതത്തിന്റെ അഭിമാനമേ, കന്യകകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, രോഗികളുടെ ആശ്രയമേ, മരണാസന്നരുടെ മധ്യസ്ഥ, ദുഷ്ടാരൂപികൾക്ക് പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ലോകപാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധിപനാക്കി നിയോഗിച്ചു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകാമരത്തിന്റെ ഭർത്താവായി വിശുദ്ധ യോസേപ്പ് പിതാവിനെ തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ ദൈവമേ, ഭൂമിയിൽ സംരക്ഷനായി ഞങ്ങൾ വണങ്ങുന്ന ഈ വിശുദ്ധൻ സ്വർഗത്തിലും ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുവാൻ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥിക്കാം. പ്രേക്ഷിതരുടെയും ദുഃഖിതരുടെയും ആശ്വാസമായ ദൈവമേ, അങ്ങ് പുത്രന്റെ വളർത്ത പിതാവായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ മാധ്യസ്ഥം യാചിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ഹൃദയസമാധാനം, സ്വർഗീയാനുഗ്രഹവും ശാരീരികാരോഗ്യവും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പറയുവാൻ ഇടയാക്കണമേ. നിത്യവും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ദിവ്യകാരുണ്യത്തിന്
സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ഏറ്റവും എളിമയോടെ അവനെ കാണണം, അവൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ എളിമയോടുകൂടെ നമുക്കായിരിക്കാം. കുരിശിൻ്റെ മാറിൽ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ് തൻ്റെ തിരുശരീര രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നാം എല്ലാവരും. ഈ ലോകം മുഴുവൻ അവൻ്റെ നാമത്തിലാണ് രക്ഷ നേടിയത്. കർത്താവിനെ കൂടാതെ എൻ്റെ ജീവിതത്തിൽ രക്ഷയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. അവിടെ നിന്നാണ് എൻ്റെ ഭാഗധേയം, അവിടെ നിന്നാണ് എൻ്റെ ജീവിതത്തിലെ അത്താണ്, എൻ്റെ ജീവിതത്തിൻ്റെ ആശാകേന്ദ്രം അവിടെ നിന്നാണ്. അവിടുന്ന് വഴിയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഇല്ല. അവിടെ നിറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതെല്ലാം. സന്തോഷവും ദുഃഖങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ അവിടെ അതെല്ലാം കാണുന്നുണ്ട്. എൻ്റെ സന്തോഷം മാത്രം കാണുന്നവനല്ല, എൻ്റെ ജീവിതത്തിലെ വേദനകൾ, വീഴ്ചകളെല്ലാം അവിടുന്ന് കാണുന്നുണ്ട്. യേശുവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. I am
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. സ്തുതി അർപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ.